നമുക്ക് ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട് ഇതൊക്കെ പുതിയ റെക്കോർഡാണ്. ന്യൂറായിട്ട് പുതിയ റെക്കോർഡ് ചെയ്താ. വെയിറ്റ് കാണുന്നുണ്ടോ? നിങ്ങക്ക് എന്താണ് ക്യൂബ് റൂട്ട്, സ്ക്വയർ റൂട്ട് ഒക്കെ കാണാൻ അറിയാം? പെട്ടെന്ന് ടക്കേന്ന്. ഇപ്പൊ ഒരു സംഖ്യ തരാം. എനിക്ക് അതിന് കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? കേൾക്കുന്നുണ്ടോ കാണുന്നുണ്ടോ? രണ്ടും ഉത്തരം പറയൂ. ഓക്കെ. അപ്പഴേ ഇപ്പം എനിക്ക് ഒറ്റ മിനിറ്റ്. ഇന്നലത്തെ മാത്സ് കണ്ടാ ചോദിക്കാൻ പറ്റായി. ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു, എളുപ്പമല്ലായിരുന്നോ? കുറച്ചൊക്കെ എളുപ്പമായിരുന്നല്ലേ? കുറച്ച് ഇച്ചിരി കറക്കുണ്ടായിരുന്നു. അതിൽ നമ്മുടെ ഖദീജ കേട്ടോ, ഫസ്റ്റ് ഖദീജ ഔട്ട് ഓഫ് 20 മാർക്സും കരസ്ഥമാക്കിയിട്ടുണ്ട് ഖദീജ. ഒരു ബിഗ് ക്ലാപ്പ് കൊടുക്കണം. ഓക്കെ. സെക്കൻഡ് സിൽജയാണ് സെക്കൻഡ് കിട്ടിയത്. 17 ക്വസ്റ്റ്യൻ കറക്റ്റ് ആക്കി. പിന്നെ നമ്മുടെ 17 ക്വസ്റ്റ്യൻ. പിന്നെ തേർഡ് അൾട്രസ്റ്റ് ആണ്. അൾട്രസ്റ്റ് 13. ബാക്കി എല്ലാവരും എന്താ ട്രാൻസ്ഫർ ട്രൈ ചെയ്തു. ഓക്കെ. അപ്പോഴ് എന്താണ് നമ്മൾ പറയുന്നത്? നമ്മൾ ക്യൂബ് റൂട്ട് കണ്ടുപിടിക്കാനേ എളുപ്പമായിട്ടൊരു വഴിയുണ്ട്. ഓക്കെ, ഇങ്ങോട്ട് നോക്കിക്കോളേ. ആദ്യം എന്താണ്, നമ്മളെ ഒരു ക്യൂബ് അങ്ങ് എഴുതുക. 1ന്റെ ക്യൂബ് 1 അല്ലേ? 2ന്റെ ക്യൂബ് എത്രയാ? ടൈപ്പ് 2ന്റെ ക്യൂബ് എത്രയാ? 2ന്റെ ക്യൂബ് എത്രയാണ്? 8. 3ന്റെ ക്യൂബോ? 27. 4ന്റെ ക്യൂബോ? 64. 5ന്റെ ക്യൂബ്? 5ന്റെ ക്യൂബ് 125. കറക്റ്റ് ആണ്. 6ന്റെ ക്യൂബ്? 6ന്റെ ക്യൂബ് എത്ര? 216. 7ന്റെ ക്യൂബ് 343 അല്ലേ? 8ന്റെ ക്യൂബോ? 512 അല്ലേ? 9ന്റെ ക്യൂബ് 729. 10ന്റെ ക്യൂബ് 1000. ഓക്കെ, 10ന്റെ ക്യൂബ് അവിടെ നിൽക്കട്ടെ. ഈ 9 ക്യൂബിന് നമുക്ക് പെട്ടെന്ന് ക്യൂബ് കണ്ടുപിടിക്കും. അറിയാം, നിങ്ങൾക്ക് കുറച്ചു പേർക്ക് അറിയായിരിക്കും. കുറച്ചു പേർക്ക് അറിയാം എന്ന് വിചാരിക്കുന്നു എങ്ങനെയാ ക്യൂബ് എളുപ്പം കണ്ടുപിടിക്കുന്നതെന്ന്. ഇപ്പൊ നിക്ക് ജസ്റ്റ് ക്യൂബ് റൂട്ട് ഓഫ് 4096 ക്യൂബ് റൂട്ട് ആണേ. 4096 ക്ലിയർ ചെയ്തത്. 4096ന്റെ ക്യൂബ് റൂട്ട് എങ്ങനെ കണ്ടുപിടിക്കും? പെട്ടെന്ന് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് അറിയാവോ? എങ്ങനെ കണ്ടുപിടിക്കുന്ന വെച്ചാല്, ക്യൂബ് ആയതുകൊണ്ട് എന്താ, ഈ സൈഡില്ലേ നമ്മുടെ ഇവിടെ ഇടത്ത് നിന്ന് വലത്തോട്ട് അല്ലേ, ഇടത്ത് നിന്ന് വലത്തോട്ടുള്ള സൈഡ് ഇവിടുന്ന് വേണം എന്ത്, ഇവിടെ നിന്ന് എന്താണ്, ഇവിടെ നിന്ന് തിരിക്കണം. ഓക്കെ, ക്യൂബ് ആയതുകൊണ്ട് എന്താണ്, നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. 4 0 9 6. ഓക്കെ, നേരത്തെ നമ്മൾ കണ്ടുപിടിച്ചു. എന്താണ് ഇവിടെ ഒന്ന് എഴുതിക്കോട്ടെ. 1 ക്യൂബ്, 1ന്റെ ക്യൂബ് എത്രയായിരുന്നു? എല്ലാവരും 1 തൊട്ട് 9 ക്യൂബ് കാണാ പഠിച്ചിരിക്കണം. ഓക്കെ,
ഒന്നിന്റെ ക്യൂബ് എത്രയാ? 1. ആ, 2ന്റെ ക്യൂബ് ഒന്നുകൂടി പറ. 2ന്റെ ക്യൂബ് എത്രയാ? 8. ആ, 3ന്റെ ക്യൂബ് 27. 4ന്റെ ക്യൂബ് 64. 5ന്റെ ക്യൂബ് 125. 6ന്റെ ക്യൂബ് 216. 7ന്റെ ക്യൂബ് 343. 8ന്റെ ക്യൂബ് എത്രയാടാ? 512. 9ന്റെ ക്യൂബ് 729. 10ന്റെ ക്യൂബ് 1000. ഓക്കെ, നോക്കിക്കോ. ഇനി ശ്രദ്ധിക്കേണ്ട എന്താ? ഇതിന്റെ ലാസ്റ്റ് നമ്പർ അറിയാമായിരിക്കും നിങ്ങൾക്ക്. നമ്മളെ ഈ കിട്ടിയതിന്റെ അവസാന നമ്പർ. ഓക്കെ, ഇതിന്റെ ലാസ്റ്റ് നമ്പർ, അതായത് ലാസ്റ്റ് നമ്പർ ഇതിന്റെ 6 അല്ലേ? ഈ ക്യൂബ് റൂട്ടിലിട്ട് ഇത് ക്യൂബ് റൂട്ട് അല്ലേ? ഇപ്പൊ ഞാൻ മൊത്തം ടൈപ്പ് 1 തൊട്ട് 10 വരെയുള്ള ഇതിന്റെ ക്യൂബ് റൂട്ടിന്റെ അവസാനം വരുന്ന 6 ഏതാ? 6 ഏതാ? 6 ഏതാണ്? ഏതിന്റെ ക്യൂബാ? അവസാനം 6 വരുന്നത്, ഈ 6 വരുന്നത് ഏതിന്റെ ക്യൂബാ? ഏതിന്റെ ക്യൂബാടാ? ദിവ്യ എന്ത് ടൈപ്പ് ചെയ്യുന്നല്ലോ? തെറ്റിക്കോട്ടെ, കുഴപ്പമില്ല, ടൈപ്പ് ചെയ്തോളൂ നിങ്ങളെ. 6ന്റെ ക്യൂബ് അല്ലേ? അപ്പൊ നമുക്ക് നമ്പർ കിട്ടി, 6 കിട്ടി. ഓക്കെ, 6 ആയിരിക്കും എന്ത്? ലാസ്റ്റ് ഈ 3 സംഖ്യയുടെയും ക്യൂബിന്റേത്. ഈ ലാസ്റ്റ് ഡിജിറ്റ് മാത്രം നോക്കിയാൽ മതി, 6 ആയിരിക്കും. ഓക്കെ, ഇനി എന്താ കണ്ടുപിടിക്കണ്ടേ? ഈ 4ന്റെ താഴെ നിൽക്കുന്ന ഏറ്റവും ചെറിയ ക്യൂബായിരിക്കും. ഏതായിരിക്കും ചെറിയ ക്യൂബ്? ഈ 4ന്റെ താഴെ നിൽക്കുന്ന ഈ നെഗറ്റീവ് 4 നമുക്ക് നോക്കിയതാ ഒരു. ഈ 4 1. അപ്പൊ 1 ഇവിടെ. അപ്പൊ എത്രയാ ഉത്തരം? 16ന്റെ ക്യൂബാണ് എന്ത്? 4096. ഓക്കെ, ഇനി കേക്കണ്ടോ? മനസ്സിലാവുന്നുണ്ടോ നിങ്ങക്ക്? നോക്കട്ടെ. 59319. ഇത് ക്യൂബ് റൂട്ട് ആക്കണം. പറയാം. ഈ ക്വസ്റ്റ്യൻ കണ്ടോ? 59319. ഇത് പറയാണെന്ത്? ക്യൂബ് റൂട്ട് ആക്കണം. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താ? ഈ ലാസ്റ്റ് ഡിജിറ്റ് ഏതാ? 9 അല്ലേ? 9ൽ അവസാനിക്കുന്ന ക്യൂബ് റൂട്ടിന്റെ എണ്ണം ഏതാണ്? 9ല് ഇതിൽ കണ്ടോ? 8, 7 ലാസ്റ്റ് നമ്പർ കണ്ടോ? 8ന്റെ എത്രയാടാ? 8ന്റെ വരുന്നത് 12, 2ആണ്. 7ന്റെ വരുന്നത് 343, 3ആണ്. അതുപോലെ 9 അവിടെ തെറ്റിയിട്ടുണ്ട്. അവിടെ സുനിതയ്ക്ക് തെറ്റിയിട്ടുണ്ട്. എന്താണ് തെറ്റിയത്? ഞാൻ പറഞ്ഞു 3 ഡിജിറ്റ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞു. ഓക്കെ, 3 ഡിജിറ്റ്, അതായത് എത്രയാ? ഇവിടുന്നുള്ള 3 ഡിജിറ്റ്, അടുത്തത് 2. ഇനി എന്താണ്? ഈ 59 കിട്ടിയല്ലോ. ഈ 59ൽ തൊട്ട് താഴെ നിൽക്കുന്ന ക്യൂബ് ഏതാ നോക്കുക. തൊട്ട് താഴെ നിൽക്കുന്ന ക്യൂബ് ഏതിന്റെ ക്യൂബാ? 3ന്റെ ക്യൂബാണ്. അപ്പം 3ന്റെ ക്യൂബ് 27 ആണ് എന്ത്? ഈ 57 തൊട്ട് താഴെ നിൽക്കുന്ന ക്യൂബ്. അപ്പൊ ഉത്തരം ഏതായിരിക്കും? 39 ആയിരിക്കും. മനസ്സിലാവുന്നുണ്ടോ? ഇനി ക്ലാരിഫിക്കേഷൻ കിട്ടുന്നുണ്ടോ നിങ്ങക്ക്? ഓക്കെ, നിക്കടാ, ഒന്നുകൂടി പറഞ്ഞുതരാം. ഇങ്ങോട്ട് നോക്കിക്കോ. ഇപ്പൊ ഞാനൊരു നമ്പർ പറയുകയാണ്. എത്രയാ? 59 വേണ്ട, നിക്കടാ. ഒറ്റ മിനിറ്റ്.
ഇങ്ങോട്ട് നോക്കിക്കോ. ശിശില മനസ്സിലാവാത്തത് ഇങ്ങോട്ട് നോക്കിക്കോളിൻ. ഒരു നമ്പറാണ് 592704. ഇതിപ്പോ 6 അക്കമുണ്ട്. ഇതിപ്പോ എത്ര എന്നാണ് നമ്മൾ നോക്കണ്ടത്? എത്ര ഡിജിറ്റ് ഉണ്ടെന്ന് നോക്കുക. ഇത് എത്ര ഡിജിറ്റ് ഉണ്ടെന്നായി നോക്കുക. എത്ര എണ്ണം ഉണ്ട്? എത്ര അക്കങ്ങളുണ്ട്? എത്ര അക്കങ്ങളുണ്ട്? 6 അക്കങ്ങളില്ലേ? ഈ 6 അക്കങ്ങളെ ആദ്യം പിരിച്ചെഴുതുക. എങ്ങനെ പിരിച്ചെഴുതും? മുമ്മൂന്നായിട്ട്. അതായത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് വേണം പിരിച്ചെഴുതാൻ. അതായത് ഇടത്ത് നിന്നും വലത്തോട്ട്. അപ്പൊ എങ്ങനെയാണ്? 704 ഒരു സംഖ്യ. ഒരു സംഖ്യ ഏതാ? 592 അടുത്ത സംഖ്യ. ഓക്കെ, മനസ്സിലാവുന്നുണ്ടോ? ആരൊക്കെയോ കൊഴിഞ്ഞു പോകുന്നു. ഓക്കെ, കൊഴിഞ്ഞു പൊക്കോട്ടെ. അപ്പൊ എത്രയാണ്? എന്നിട്ട് എന്താ അടുത്ത നോക്കേണ്ടത്? ഈ 4 നമുക്ക് കിട്ടിയ 4. ഈ 4 കണ്ടോ? ഈ 4 അവസാനിക്കുന്ന ഏത് ക്യൂബിന്റെ സംഖ്യയാണെന്ന് നോക്കണം. ഈ 4 അവസാനിക്കുന്ന ഏത് ക്യൂബിന്റെ സംഖ്യയാണ്? ഏത് ക്യൂബിന്റെ സംഖ്യയാണ്? 4ന്റെ സംഖ്യയല്ലേ? അപ്പം നമുക്ക് അതായത് ക്യൂബിന്റെ ഒരു സംഖ്യ കിട്ടി, ഒരെണ്ണം കിട്ടി, 4 കിട്ടി. ഇനി എന്താ നോക്കണ്ടേ? ഈ 512 ഏത് ക്യൂബിന്റെ താഴെയാണ്? ഏത് ക്യൂബിന്റെ താഴെയാണ്? താഴെ മീൻസ് അല്ലെങ്കിൽ തറ. അതായത് എന്താണ് ഇതില് നോക്കേണ്ടത്? കേൾക്കുന്നുണ്ടോ? 592. ഇതില് നോക്കേണ്ടത് നമ്മൾ എന്താന്ന് വെച്ചാല് ഈ 729 തൊട്ടാണ് 9 തൊട്ട് തുടങ്ങുന്നത്. ഓക്കെ, 9ന്റെ ക്യൂബുകൾ തുടങ്ങുന്നത്. അതായത് കേട്ടോ, സംഖ്യ ഈ 3 പിരിച്ചെഴുതുമ്പോൾ 739, 749 ഇങ്ങനെയൊക്കെ വരുമ്പോ എത്താണ്? അത് 9ന്റെ ക്യൂബിലേക്കാ പോകുന്നത്. ഓക്കെ, ബാക്കി എല്ലാം എന്താണ്? ബാക്കി 512 മുതൽ എത്രയാണ്? 512 മുതൽ 728 വരെ എന്തിന്റെ അണ്ടറിലാണ്? 8 ക്യൂബിന്റെ അണ്ടറിലാണ് വരുന്നത്. ഓക്കെ, അപ്പോഴേ 592 ഏത് ക്യൂബിന്റെ ഏറ്റവും താഴെ വരുന്ന ക്യൂബ് ഏതാണ്? 8 അല്ലേ? 8 കിട്ടിയോ? അപ്പൊ നമുക്ക് നമ്പർ കിട്ടിയല്ലോ. എത്രയാണ് കിട്ടിയത്? 84ന്റെ ക്യൂബ് അല്ലേ? ഏത്? ന്റെ ക്യൂബാണ് സംഖ്യ. ഞാൻ മറന്നുപോയി, ഞാൻ വായിച്ചത്. 597,2,704. ഓക്കെ, എന്നാല് ഒരു സംഖ്യ തരാം. നിൽക്കാം. 6,8,9,2,1. ഇത് നിങ്ങൾ ഇതിന്റെ ഏത് ക്യൂബാണ് കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ. മനസ്സിലായവർ കണ്ടുപിടിക്കും, മനസ്സിലാവാത്തവരുണ്ടെങ്കിൽ അതും കുഴപ്പമില്ല, കണ്ടുപിടിക്കും. നോക്കട്ടെ കേട്ടോ. 6,8,9,2,1 ഏതിന്റെ ക്യൂബാണ്? ഏത് സംഖ്യയുടെ ക്യൂബാണ്? എങ്ങനെ കണ്ടെത്തും? 68,921. എങ്ങനെയാണ്? കണ്ടോ, 2 സംഖ്യയായി. ഒന്ന് ഏതാ? നമ്മൾ ക്യൂബ് ആയതുകൊണ്ടാണ് 921 എടുത്തത്. ഓക്കെ,
അപ്പൊ ഏതാ 921? ഒന്നിൽ അവസാനിക്കുന്ന ക്യൂബ് ഏതാ? ഒന്നല്ലേ? പിന്നെ 68ന് താഴെ 68ന് താഴെയുള്ള ക്യൂബ് ഏതാ? 41. അപ്പൊ കിട്ടി, 41ന്റെ ക്യൂബാന്ന് കിട്ടി. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത് നോക്ക്. ജസ്റ്റ് നിങ്ങൾ കാൽക്കുലേറ്റർ എടുത്തൊന്ന് ചെയ്ത് നോക്കൂ. ജസ്റ്റ് കിട്ടും. ജസ്റ്റ് മൊബൈൽ എടുക്കുക, കാൽക്കുലേറ്റർ എടുക്കുക, നിങ്ങളൊരു സംഖ്യ പറ. നിങ്ങളൊരു സംഖ്യ പറ, അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോളും കുറച്ചുകൂടി. നിങ്ങളൊരു സംഖ്യ പറ, ഒരു ക്യൂബ് റൂട്ട് പറ, ഞാൻ എളുപ്പം ചെയ്ത് കണ്ടുപിടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഓരോരുത്തർക്കും മനസ്സിലാവും എങ്ങനെയാണ് നിങ്ങൾ കണ്ടുപിടിക്കുന്ന രീതിയിലെന്ന് വെച്ചാൽ. നിങ്ങൾ ആരെങ്കിലും ഷിൽജയോ ദിവ്യ ഉണ്ടോ ഇവിടെ? ആരെങ്കിലും? അനുശ്രീ എളുപ്പം, അനുശ്രീ കണ്ടില്ലല്ലോ. വോയിസ് ബ്രേക്ക് ഉണ്ടോടാ? നിങ്ങളൊരു ക്യൂബിന്റെ സംഖ്യ പറയൂ. ഓഹോ, 63656. 6 ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കാൻ പറ്റുന്നുണ്ടോ? എൺപത്തിയാറല്ലേ മാഡം? ഓക്കെ, അപ്പൊ നിങ്ങക്ക് മനസ്സിലായല്ലോ. ഇങ്ങനെയാണ് ഏറ്റവും വേഗം എത്രയും, അതായത് നമുക്ക് ക്യൂബ് കണ്ടുപിടിക്കാൻ പറ്റുന്ന ഏറ്റവും എളുപ്പമുള്ള വഴി ഇതാണ് കേട്ടോ. ഇത് നിങ്ങൾ പരീക്ഷിച്ചാൽ മതി. നമുക്ക് എപ്പോഴും എന്താണ്, ക്യൂബ് അങ്ങനെ ചോദിക്കല് കുറവാണ്, ചോദിച്ചാൽ എഴുതാം. ഓക്കെ, പിന്നെ PSCക്ക് ചോദിക്കുന്ന ഒരു ചോദ്യമാണ് ഇത്. 2001 ജനുവരി ഏത് ദിവസം? തിങ്കളാഴ്ച ആണെങ്കിൽ എന്താണ് അടുത്ത വർഷം ഇതേ സമയം എന്താണ്? ചോദിക്കില്ലേ? സ്ഥിരം ക്വസ്റ്റ്യൻ, സ്ഥിരം. ഓക്കെ, അതിലേക്ക് വരാം. ഇത് മനസ്സിലായോ ക്യൂബ് കണ്ടുപിടിക്കുന്നേ? എനിക്ക് ഇച്ചിരി എന്താണ്, ഞാൻ യാത്ര ചെയ്തുകൊണ്ട് ഭയങ്കരമായിട്ട് വയ്യ, അതുകൊണ്ട് കൂടുതൽ പഠിപ്പിക്കാത്ത. അപ്പൊ 2000 പിന്നെ 9 മണിക്ക് നമ്മുടെ ജംഷിയ മിസ്സിന്റെ മലയാളം ഉണ്ട് നിങ്ങൾക്ക്. അപ്പൊ നിങ്ങൾക്ക് അതിന് സെറ്റായിട്ടിരിക്കുന്നവരാ. അപ്പൊ ഞാൻ കുറെ കഷ്ടപ്പെടുന്നുണ്ടല്ലോ. സ്ക്വയർ റൂട്ട് പറഞ്ഞില്ല, സോറി. സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാണ് നോക്കിക്കോ. എത്ര സ്ക്വയർ വരെ വെച്ചാല് 20 സ്ക്വയർ വരെ മാക്സിമം നമ്മൾ എഴുതണം. 20, 1 തൊട്ട് 20 സ്ക്വയർ വരെ പറയാമെങ്കിൽ ഞാൻ അതുപോലെ എഴുതി വെക്കാം. ഓക്കെ, 1ന്റെ സ്ക്വയർ 1, 2ന്റെ സ്ക്വയർ 4, 3ന്റെ സ്ക്വയർ 9, 4ന്റെ സ്ക്വയർ 16,
5ന്റെ സ്ക്വയർ 25, 6ന്റെ സ്ക്വയർ 36, 7ന്റെ സ്ക്വയർ 20 വരെയാണ്. 20 വരെ. ബാക്കി എഴുതൂ കാർത്തു. 49, 10ന്റെ സ്ക്വയർ 100. 10 ആയതേ ഉള്ളൂ ഞാൻ. 11ന്റെ സ്ക്വയർ എത്ര? 11ന്റെ സ്ക്വയർ 121, 12 144, 13 169, 14 196, 15 225. 17 289. 18 എത്രയാ? 18 എത്രയാ? 300. 4 ഇടയ്ക്കൊരു മിസ്സിങ്. 324 19. 19 എത്രയാ? 1 ലാസ്റ്റ്. പിന്നെ 161 അത് തന്നെ. അപ്പൊ ശരിയാണ്. 20. ഓക്കെ, കണ്ടല്ലോ. ഓക്കെ, അപ്പോഴേ ഇതിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്? ഇതിൽ ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ ലാസ്റ്റ് ഡിജിറ്റ് തന്നെയാണ്. ഓക്കെ, ലാസ്റ്റ് ഡിജിറ്റ് തന്നെയാണ്. ലാസ്റ്റ് ഡിജിറ്റുകൾ. ഓക്കെ, അതില് ഒന്ന് മുതൽ 100 വരെ എടുത്താൽ മതി. ഓക്കെ, നോക്കിക്കോ. ഇതിൽ ലാസ്റ്റ് വരുന്ന നമ്പറുകൾ, അതായത് എത്രയാ? 3. 3 എന്തിന്റെയാണ്? 9ഉം വരും. 3ഉം 7ഉം എന്താണ്? 3ഉം 7ഉം എന്താണ്? 9ലാണ് അവസാനിക്കുന്നത്. ഓക്കെ, ഇനി എന്താണ്? 6ഉം 4ഉം ഏതാണ്? 6ഉം 4ഉം 6ലാണ് അവസാനിക്കുന്നത്. 5ന് കോമൺ ആയിട്ട് 5 ഉള്ളൂ. 1ഉം 9ഉം ഏതിലാണ് അവസാനിക്കുന്നത്? 1ലാണ് അവസാനിക്കുന്നത്. 7 കോമൺ ആയിട്ട് ഒന്നുമില്ല. ഏതാണ്? 9ആണ്. 4ഉം കോമൺ ആയിട്ട് എന്താണ്? 4 അല്ല, 8ഉം കോമൺ ആയിട്ട് 4 മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇതാണ് ഓർത്തു വച്ചിരിക്കുന്നത് കോഡ്. ഓക്കെ, ഇനി എന്താണ്?
ഇനി ഇങ്ങോട്ട് നോക്കിക്കോ. ജസ്റ്റ് നമ്മൾ പറയുകയാണ്, നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച സ്കോറിലുണ്ട്. ഓക്കെ, ഇനി 225 കണ്ടുപിടിക്കണം. നിങ്ങൾക്ക് നേരത്തെ അറിയാം 15ആണ്. ഓക്കെ, ഇനി എങ്ങനെയാണ് ഇത് എഴുതേണ്ടതെന്ന് വെച്ചാൽ, ഇത് എത്രയാ? ഇത് 2 കോമ. ഓക്കെ, ഈ രണ്ട് 0 to 25 കറക്റ്റ് അല്ലേ? ഇനി എന്താണ് 25 എന്തിന്റെ ക്യൂബാണ്, സ്ക്വയർ ആണെന്നറിയാം. 5ന്റെ സ്ക്വയർ 2ൽ. ഇനി നോക്കുന്നത് എന്താണ്? കേൾക്കുന്നുണ്ടോ? ഇനി നോക്കുന്നത് എന്താണ്? ഇനി 2ന് താഴെയുള്ള ഏറ്റവും ചെറിയ സ്ക്വയർ ഏതാ? 1ന്റെ സ്ക്വയർ അല്ലേ? 15ന് കിട്ടിയോ? കിട്ടിയോ? കിട്ടിയല്ലോ. ഓക്കെ, മനസ്സിലാവത്തുണ്ടോ? അങ്ങനെയാണെങ്കിൽ ഒരു സ്കോർ നോക്കിക്കോ. 2116. 2116 ഒരു സ്ക്വയർ നമ്പർ. ഓക്കെ, അപ്പൊ എത്രയാ? ചെറുതാക്കാം. ഈ രണ്ട് വീതം ആക്കിയല്ലോ. ഇവിടുത്തെ ആദ്യത്തെ നമ്പർ നമുക്ക് കിട്ടിയോ? ആദ്യത്തെ നമ്പർ നമുക്ക് കിട്ടിയോ? 21 തൊട്ട് താഴെ നിൽക്കുന്ന സ്ക്വയർ ഏതാ? 4ന്റെ സ്ക്വയർ അല്ലേ? 4ന്റെ സ്ക്വയർ ആണ്. പിന്നെ ഏതാണ് സ്ക്വയർ? 6ഉം ഏതാ? 6ഉം ഉണ്ട് 4ഉം ഉണ്ട്. ഓക്കെ, 6ഉം ഉണ്ട് 4ഉം ഉണ്ട്. ഓക്കെ, കിട്ടിയല്ലോ. 44 കിട്ടിയോ? 44 കിട്ടിയെങ്കിൽ ഉത്തരം തെറ്റാണ്. ഓക്കെ, 46 ഉത്തരം. അത് എങ്ങനെ വന്നു എന്ന് വെച്ചാല് 46 ഉത്തരം. ഓക്കെ, 46 ഉത്തരം. ഇത് സ്ക്വയർ എടുക്കരുത്. ഓക്കെ, മനസ്സിലാവുന്നില്ലല്ലേ നിങ്ങക്ക്? 46 എങ്ങനെ വന്നു? മനസ്സിലായില്ല എന്നാണോ അതോ എന്താണ്? പറഞ്ഞുതരാം. ഹൈയസ്റ്റ് സ്ക്വയർ എടുക്കുക. ഇതിന്റെ ഹൈയസ്റ്റ് സ്ക്വയർ എടുക്കുക. 44. 4ന്റെ സ്ക്വയർ 10. അതായത് ഈ സംഖ്യയിൽ നിന്നും വലുതായിരിക്കണം. ഓക്കെ, ഈ സംഖ്യയിൽ നിന്നും വലുതായിരിക്കണം എന്ത്? മനസ്സിലായോ? ഈ സംഖ്യയിൽ നിന്നും വലുതായിരിക്കണം. അതായത് ഏത് 2116 അല്ലേ? ഇതായത് എത്രയാ? ഇങ്ങനെ നോക്കുമ്പോൾ എളുപ്പം കിട്ടാൻ വേണ്ടി ഈ സംഖ്യയെക്കാളും വലുതായിരിക്കും നമ്മൾ എടുക്കേണ്ടത്. അതായത് ഇപ്പൊ കാണിച്ചുതരാം, എക്സാമ്പിൾ കാണിച്ചുതരാം. എത്ര? 44 എടുത്താൽ എന്താ? 4 16േക്കാളും വലുതാവണം. 4 × 4 കൂട്ടുമ്പോൾ, അല്ലെ 5 കൂട്ടുമ്പോൾ എത്രയും കേൾക്കുന്നുണ്ടോ? 4 × 4 കൂട്ടുമ്പോൾ എത്രയാണ്? 4 × 4 16 തന്നെയാണ്. അതിൽ വലുത് വേണം. ഹൈയസ്റ്റ് വാല്യൂ ഉള്ളത് 6ആണ്. 36 എന്ത്? ഹൈയസ്റ്റ് വാല്യൂ. വേറെ എക്സാമ്പിൾ കാണിച്ചിരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കിക്കോളൂ.
അതെന്താ മിസ്സിന്റെ ക്ലാസ് സൗണ്ട് കേൾക്കാഞ്ഞിട്ടാണ്? നിങ്ങക്ക് കേൾക്കാൻ പറ്റുന്നില്ല അല്ലേ? സോറി കറണ്ട് പോയി എല്ലാരും പോയി. ഓക്കെ. ആ എന്നാല് സ്റ്റോപ്പ് ചെയ്തിട്ട് കുട്ടികളുടെ അടുത്ത് മലയാളം ക്ലാസ് 9:30